നമസ്കാരം, പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഫോണിൽ നല്ല ഫാസ്റ്റായിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഡൗൺലോഡിങ്ങും അപ്ലോഡിങ്ങും സ്പീഡൊക്കെ ലഭിക്കാനായിട്ട് നമുക്കൊരു ബ്രൗസറിൽ കുറച്ച് മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മളെല്ലാവരും തന്നെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആയിരിക്കും. പല ബ്രൗസറുകളുണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഗൂഗിൾ ക്രോം ആയിരിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും അതുതന്നെയായിരിക്കും. ഈ ഒരു ഗൂഗിൾ ക്രോമിന് നമ്മളുടെ മൊബൈൽ പ്രൊവൈഡറുടെ നെറ്റ്വർക്കുമായിട്ട് ഒരു ലിങ്ക് ഉണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം. ആ ലിങ്കിനകത്തൊരു കുറച്ച് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർനെറ്റ് വേസ്റ്റ് ആകുന്നത് തടയാനായിട്ട് സാധിക്കും, നമ്മുടെ ബാറ്ററി വേസ്റ്റ് ആകുന്നത് തടയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫോൺ ഫാസ്റ്റായിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വെബ്സൈറ്റുകളൊക്കെ പെട്ടെന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു കിഡിലൻ ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലുള്ള റിവ്യൂ ഡെയിലി ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൺ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. ഏതൊരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഉപയോഗിച്ചാലും അപ്ഡേറ്റ് ചെയ്ത് ഉപയോഗിക്കുക. സേഫ്റ്റിയും സെക്യൂറായിട്ട് ഇരിക്കാൻ വേണ്ടിയാണ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഞാനിവിടെ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. റൈറ്റ് സൈഡിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം കാണിക്കും. അതിൻ്റെ ഏറ്റവും താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. സെറ്റിംഗ്സ് ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഇതിനകത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ, പ്രൈവസി ഗൈഡ്, തേർഡ് പാർട്ടി കുക്കീസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്താണ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്ക് സേഫായിട്ട് ബ്രൗസ് ചെയ്യാനൊക്കെ ഇതിനൊക്കെ മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. നമുക്ക് യൂസ് സെക്യൂർ DNS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ നമുക്ക് ഓൾറെഡി ഡിഫാൾട്ടായിട്ട് ഈ യൂസ് യുവർ അതായത് കറണ്ട് സർവീസ് പ്രൊവൈഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും വരുന്നത്. ഇത് നമ്മൾ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഏതൊരു പ്രൊവൈഡറിലോട്ടും നമ്മളിപ്പം www.google.com അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ വെബ്സൈറ്റുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന എല്ലാ പരസ്യ കമ്പനികളിലോട്ടും നമുക്ക് കയറി പോകാനായിട്ടും അതുവഴിയായിട്ട് അവർക്ക് നമ്മളെ ആ ഒരു ഐഡിയും കാര്യങ്ങളും ഒക്കെ ലഭിച്ചുകൊണ്ട് നമ്മൾക്ക് അവരുടെ കാറ്റഗറിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പരസ്യങ്ങളും അങ്ങനെയൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് ഒഴിവാക്കാനായിട്ടും അതുപോലെ തന്നെ ഫാസ്റ്റായിട്ട് നമുക്ക് ബ്രൗസ് ചെയ്യാനായിട്ട് നമുക്ക് ചൂസ് അനദർ പ്രൊവൈഡർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ കസ്റ്റം URI എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെ കസ്റ്റം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ തൊട്ടിപ്പുറത്തായിട്ടൊരു ആരോ മാർക്ക് താഴോട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതിൽ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയധികം ഓപ്ഷനാണ് ഇവിടെ വരുന്നത്. നമുക്ക് നെക്സ്റ്റ് DNS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു 4 DNSനും അല്ലെ 5 എണ്ണത്തിനും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഒന്ന് നമുക്ക് ഈ ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന ക്ലിയർ ബ്രൗസിംഗ് എന്ന് പറയുന്നത് ഫാമിലി ഫിൽറ്ററിംഗ് ആണ്. അതായത് പോൺ വെബ്സൈറ്റുകളോ അങ്ങനെയുള്ള എന്തെങ്കിലും ചീത്തയായിട്ടുള്ള വെബ്സൈറ്റുകൾ, അങ്ങനെയുള്ള വെബ്സൈറ്റുകൾ ഒഴിവാക്കാനായിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഫോണുകൾ അല്ലെങ്കിൽ ഫാമിലിക്ക് ഉപയോഗിക്കുന്ന ഫോണുകളിൽ ഇത് ചെയ്തു വെക്കുകയാണെങ്കിൽ വൃത്തികെട്ട പരസ്യങ്ങളോ അല്ലെങ്കിൽ വൃത്തികെട്ട ഏതെങ്കിലും തരത്തിലുള്ള ലിങ്കുകളോ ഒക്കെ നമ്മുടെ ഫോണിലോട്ട് വരാതിരിക്കാനും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണുന്ന ആ ഒരു വൃത്തികെട്ട പരസ്യങ്ങളൊക്കെ നമുക്ക് വരാതിരിക്കും. അതിൻ്റെ ഏറ്റവും മുകളിൽ ഓപ്പൺ DNS ആണ്. അത് നമുക്ക് ഗൂഗിളിൻ്റെ തന്നെ ഒരു DNS ആണ്. ആ DNSൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഫാസ്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യില്ല. പിന്നെ ഗൂഗിൾ പബ്ലിക് DNS ആണ്. ഇത് നല്ല ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ കൂടുതൽ പബ്ലിക് ആളുകൾ കയറുന്ന ഒരു DNS ആയതുകൊണ്ട് തന്നെ അത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നമുക്ക് ഏറ്റവും ബെറ്റർ. നമുക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും അധികം സ്പീഡ് കൂടിയ ഒരു DNS ആണ് കോൾഡ് ഫയർ എന്ന് പറയുന്നത്. ഇത് 1.1.1.1 എന്ന് പറയുന്ന ഈ ഒരു ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൗസിങ് സ്പീഡ് നന്നായിട്ട് വർദ്ധിപ്പിക്കാനും സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ബ്രൗസ് ചെയ്യാനായിട്ട് സാധിക്കും, കൂടുതൽ സ്പീഡിൽ ബ്രൗസ് ചെയ്യാനായിട്ട് സാധിക്കും. അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങൾ വരാതിരിക്കും. ഭയങ്കര സെക്യൂർ ആയിട്ടുള്ള, ഇപ്പോൾ ലോകത്തിലുള്ളതിലെ തന്നെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു DNS ബ്രൗസിംഗ് ആണ് ഈ 1.1.1 എന്ന് പറയുന്നത്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കാം. ഇത് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഏറ്റവും ക്ലിയർ ആയിട്ട് അതുപോലെ തന്നെ പരസ്യങ്ങളും മറ്റുള്ള ശല്യങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇത് ബ്രൗസ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ താഴെ പ്രൈവസി പോളിസി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈവസി പോളിസി മൊത്തമായിട്ട് നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഉപയോഗിച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള പുതിയ അറിവുകൾ ഡെയിലി ലഭിക്കുവാനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു നല്ല എപ്പിസോഡായിട്ട് കാണുന്നവരെ ബൈ, സീ യു.